നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മദ്യം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. പ്രിയരെ, 1920 പുറപ്പെടുവിച്ച സന്ദേശമാണിത്. ഒരു നീണ്ട കാലത്തിന്റെ തപശ്ചര്യയിൽ നിന്നുമാണ് ഒരു ജീവിതത്തിന്റെ തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് അർത്ഥവും മാർഗവും ലക്ഷ്യവുമുണ്ട്. ഇതിന്റെ ഓരോ നിലയും അറിഞ്ഞ് ജീവിതത്തെ അഭിമുഖീകരിക്കണം. അതിനുള്ള എല്ലാ സജ്ജീകരണവും ഈശ്വരൻ വേണ്ടും പ്രകാരം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സജ്ജീകരണങ്ങളുടെ കൂടുതൽ അറകളും തുറക്കപ്പെടാതെ ശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ സത്യബോധം കുറഞ്ഞും വസ്തുബോധം കൂടിയുമിരിക്കുന്നത്. ഇത് 4 ആൾക്ക് പോകാവുന്ന വള്ളത്തിൽ 40 ആളുകൾ കയറിപ്പോകുന്നത് പോലെയാണ്. ഒരു ദുരന്തത്തിനുള്ള സാധ്യതയെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നുവെന്നർത്ഥം. ഇനി ഈ 40ന്റെ സ്ഥാനത്ത് 400 പേർ കയറുവാൻ ശ്രമിച്ചാൽ എന്താവും സ്ഥിതി? ആളുകൾ കയറുകയുമില്ല, വള്ളം നീങ്ങുകയുമില്ല. അഥവാ നീങ്ങിയാൽ തന്നെ അതേ നിമിഷത്തിൽ മുങ്ങുമെന്നുറപ്പ്. ഇത് മനുഷ്യൻ സ്വയം വരുത്തിവെക്കുന്ന ദുരന്തമാണ്. അതായത് എന്തിനും ഏതിനും ഒരു സമനിലയുണ്ട്. അതില്ലാതായാൽ മറ്റുള്ളതെല്ലാം തകരാറിലാവും. മദ്യമുണ്ടാക്കുന്ന അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയാണ്. സമനില കൈവിട്ട നിലയിലേക്ക് മദ്യം മനുഷ്യനെ കൊണ്ടുപോകും. ആ നിലയിൽ പാറയെ കണ്ടാൽ ആനയാണെന്നും ആനയെ കണ്ടാൽ പാറയാണെന്നും തോന്നും. പട്ടുമെത്തയിൽ കിടക്കുന്നതുപോലെ ചവറുകൂനയിൽ കിടന്നുറങ്ങും. ചുരുക്കത്തിൽ നിലയറിയാത്ത ഒരു ചെകുത്താനായി മനുഷ്യൻ അധപ്പതിക്കും. അവന്റെ വിദ്യയും വിനയവുമെല്ലാം നശിക്കും. അതിനാൽ മനുഷ്യനെ മനുഷ്യനില്ലാതാക്കി തീർക്കുന്നതും മരണത്തിലേക്ക് അവനെ വേഗം തള്ളിവിടുന്നതുമായ വിഷവസ്തുവാണ് മദ്യം. അതുകൊണ്ട് അതിന്റെ ഉണ്ടാക്കലും കൊടുക്കലും കുടിക്കലുമെല്ലാം ദൈവനിന്ദയായി കാണണം. ഈ വിധം മനസ്സിനെ ഉറപ്പിച്ചാൽ മദ്യവിരോധം ഉണ്ടാകും. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാടത്ത്.